ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ താരയെ കാണാൻ കേട്ടോ കല്യാണി ഇപ്പോൾ പറയുന്നുണ്ട്, ആൻറ്റി വരുന്നതൊന്നും കുഴപ്പമില്ല, കുഞ്ഞിനെ കാണാൻ സമ്മതിച്ചാലും കുഴപ്പമില്ല, പക്ഷെ എപ്പോൾ അവിടെ വന്നാലും ആൻറ്റി ഇവിടെ വന്നിട്ടേ പോകാവുള്ളൂ, ഞങ്ങളോട് ആരോടെങ്കിലും പറയാതെ അവിടെ പോയി അങ്ങനെ ചെന്ന് കയറരുത്, അവിടെയുള്ള ആൾക്കാരുടെ സ്വഭാവമൊക്കെ ആൻറ്റിക്ക് ഞങ്ങൾ പറയാതെ തന്നെ അറിയാമല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ കിരണും പറയുക, അത് നേരത്തെ സംഭവിച്ചൊന്നും മറക്കരുത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഇവർ സംസാരിക്കുന്ന സാരി ഇങ്ങനെ മാറി നിന്ന് നോക്കുവാണ്. ആ സമയത്ത് മനോഹർ അങ്ങ് വരുവാണ് കേട്ടോ. മനോഹർ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളൂ, എന്തായി നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഓ, ആ സ്ത്രീ താര അവിടെ വന്നിട്ടുണ്ടല്ലേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും സാര പറയണം, അവിടെ മാത്രമല്ല ഇവിടെയും വന്നിരുന്നു, കുഞ്ഞിനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ കൊടുത്തു എന്ന് പറയും കേട്ടോ. ഇതൊക്കെയൊക്കെ മനോഹറിന് ചെറിയ സംശയം തോന്നിട്ട് സരവിനെ ചെറുതായിട്ട് കുത്തുവാണ്. അപ്പോൾ പറയുന്നുണ്ട്, മോള് കൊടുത്തോ, അത്രയ്ക്കൊക്കെ മോളും അങ്ങ് മാറിയോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും പറയുകയാണ്, മാറിയിട്ടല്ല മനുവേട്ടൻ എപ്പോഴും കുഞ്ഞിനെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കൊടുത്തതാ, എനിക്ക് മനുവേട്ടൻ പറയുന്നൊന്നും എതിർക്കാൻ പറ്റില്ല എന്നുള്ള രീതി കള്ളം പറഞ്ഞ് ഒപ്പിക്കുക കേട്ടോ. ഇത് കേൾക്കുന്ന മനോഹർ പറയാണ്, ശരി എന്ന് പറഞ്ഞ് മനോഹറും ഒട്ടും വിട്ടു കൊടുക്കാതെ പറയുകയാണ്, ചന്ദ്രസേനൻ്റെ അവരുടെയും കുഞ്ഞാണ് മോളു എന്നുള്ള രീതിയിലാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്ന പുള്ളിക്കാരിയുടെ പ്രവൃത്തിയൊക്കെ വെച്ച് മോളുവിൻ്റെ അച്ഛനാണോ കാരണക്കാരൻ, ആ കിരണൊക്കെ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ എന്നിങ്ങനെ കുത്തുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയണം, ഒരു പറച്ചിലാണ് എനിക്കിഷ്ടമില്ലാത്തത്, ഞാൻ അവരുടെ മോളല്ല എന്ന് പറഞ്ഞ് അപ്പം കർശനമായിട്ട് തിരിച്ച് പ്രതികരിക്കുവാണ് കേട്ടോ സരയും. അത് കഴിയുമ്പോഴത്തേക്കും മനോഹർ പറയണം, അത് ചിലപ്പോൾ ശരിയായിരിക്കും, അവർ കുഞ്ഞ് മാറിപ്പോയതായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സരി പറയാം, അതെ അങ്ങനെ മാറിപ്പോകാനാണ് സാധ്യത. പക്ഷേ രാഹുലിനെതിരെ പറയുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പക്ഷേ താരയുടെ കുഞ്ഞാണെന്നുള്ളത് മാത്രം സമ്മതിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് പോവുകയാണ് മനോഹറിൻ്റെ അടുത്തുനിന്ന്. പിന്നെ കാണിക്കുന്നത് പ്രകാശനെയാണ് കേട്ടോ. പ്രകാശൻ മണിയറൊക്കെ കയറി ഇങ്ങനെ നോക്കിയിരിക്കുന്ന കാണുമ്പോഴത്തേക്കും കാർത്തികയും മുത്തശ്ശിയും കൂടെ അങ്ങ് വരുവാണ്. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, ഇത്രയും ആഡംബരമൊന്നും വേണ്ട അച്ഛാ, അച്ഛൻ്റെ 3ാമത്തെ വിവാഹവും എൻ്റെ അമ്മയുടെ 2ാമത്തെ വിവാഹമാണ്, അമ്മ ഒരു സാധാരണ ലളിതമായ ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് പറയുവാണ്. ദേഹിക്കുന്ന മുത്തശ്ശി പറയുന്നുണ്ട്, അത് ശരിയായിരിക്കും മോളെ, പക്ഷേ മോളുടെ അമ്മ വരുമ്പോൾ വേണ്ട രീതിക്ക് നോക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ, മോളുടെ അമ്മയ്ക്ക് ഇവിടെ ഒരു കുറവും വരരുതല്ലോ. അപ്പോഴേക്കും പ്രകാശനം പറയാം, നേരാ, അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഒരുക്കിയത് എന്ന് പറയുമ്പോഴത്തേക്കും ശരി, എങ്കിൽ ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്, കഴിഞ്ഞ തവണത്തെ പോലെ ഇനി കുഴപ്പങ്ങളൊന്നും ഉണ്ടാവുകയല്ലോ അച്ഛാ എന്ന് ചോദിക്കുക കേട്ടോ. ഇങ്ങനെ കാർത്തിക ചോദിക്കുമ്പോഴേക്കും പ്രകാശം പറയാം, എന്ത് കുഴപ്പമുണ്ടാവാനോ മോളെ, കഴിഞ്ഞ തവണ പലരും നമ്മളെ കെണിപ്പെടുത്തി, ഇനി അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടാവുകയില്ല, സമാധാനവും സന്തോഷമായിട്ട് നമുക്ക് പോവാം. അപ്പോഴേക്കും കാർത്തിക പറയുന്നുണ്ട്, കിരണും കല്യാണിയൊക്കെ വരുമെന്നാണ് കേട്ടത്, അച്ഛൻ്റെ ആദ്യത്തെ ഭാര്യയും 2ാമത്തെ ഭാര്യയൊക്കെ ഉണ്ടാവും എന്നാണ് കേട്ടതെന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശിയും പറയുന്നുണ്ട്, വരട്ടെ മോളെ, എല്ലാവരും ആ മഹാമാമാങ്കം ഒന്ന് കാണണം എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും കാർത്തിക അവിടെ നിന്ന് പോവുകയാണ്. പോയി കഴിയുമ്പോഴത്തേക്കും പ്രകാശനെ മുത്തശ്ശി ഉപദേശിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എടാ നീ അവളെ പൊന്നുപോലെ നോക്കിക്കോണം, എങ്കിലേ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂടാ പ്രകാശ എന്ന് പറയുമ്പോഴേക്കും പ്രകാശം പറയുന്നുണ്ട്, അത് പിന്നെ അമ്മ പറയേണ്ട കാര്യമുണ്ടോ, കൈവെള്ളം വെച്ച് ഞാൻ കൊണ്ടു നടക്കും, ഒന്നീ പഴിച്ചാൽ 3ൽ നാടാ പ്രകാശ, അതുകൊണ്ട് ഇതിലെന്തായാലും നീ ജയിക്കും എന്നൊക്കെ പറയുക കേട്ടോ. അത് കഴിയുമ്പോൾ കാണിക്കുന്ന കാർത്തിക വന്ന് ലക്ഷ്മിയമ്മേനെ കാണുവാണ്. ലക്ഷ്മിയമ്മേനെ കാണുമ്പോഴത്തേക്കും അവിടുത്തെ ഒരുക്കങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ലക്ഷ്മിയമ്മ ചോദിക്കുന്നുണ്ട്, മോള് നാളത്തേക്ക് എന്താ പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് ചോദിക്കുമ്പം കാർത്തിക പറയാണ്, ഞാനല്ല ഒന്നും പ്ലാൻ ചെയ്തിരിക്കുന്നത്, കിരണും കല്യാണിയും കൂടെയാണ്, കാദംബരിയേച്ചിയും വരുമായിരിക്കും, എന്തായാലും ബാക്കി നാളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അയാൾ മറുപടി പറയേണ്ട വരും എന്ന് പറയുക കേട്ടോ. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിയമ്മ പറയുകയാണ്, അതൊക്കെ ശരിയാണ്, അയാളുടെ മകനൊരു വലിയ ക്രിമിനലാണ്, അതിനപ്പുറം നമ്മൾ നേരിട്ടാണ് വന്നേക്കുന്നതെന്ന് കിരണും കല്യാണിക്കും അറിയില്ലല്ലോ. ഇനി എന്തായാലും എല്ലാം ഒന്ന് സ്വസ്ഥമായി കഴിയുമ്പം എനിക്ക് മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം, മോളെ ആരെങ്കിലും സേഫായിട്ട് ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് ഈ ലോകത്തുനിന്ന് പോവാൻ എന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ കാർത്തിക ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുവാണ്. അത് കഴിയുമ്പോൾ പ്രകാശൻ ഫോൺ എടുത്ത് ദീപേനെ വിളിക്കുവാണ് കേട്ടോ. എന്നിട്ട് വെല്ലുവിളിക്കുവാണ്, നാളെ കല്യാണത്തിന് നീ വരണം, നിൻ്റെ മോനും മരുമോളും അത് കഴിയുമ്പോൾ പിച്ചച്ചട്ടി എടുത്ത് തെണ്ടി നടക്കുന്ന കാണാം, എൻ്റെ മോൻ ആ കമ്പനിയുടെ MD ആവുന്നൊക്കെ നീ കാണേണ്ടി വരും എന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ദീപ ഒന്നും മിണ്ടുന്നില്ല. ദീപ പറയുകയാണ്, ഇതൊക്കെ എന്തിനാണ് എന്നെ വിളിച്ച് പറയുന്നത്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിക്കുക, പിന്നെ എൻ്റെ മോൻ്റെയും മരുമോളുടെയും കൂടെ ഒരു കൂട്ടിലാണേലും അതാണ് എനിക്ക് സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുക കേട്ടോ. എല്ലാം കേട്ട് വരുന്ന കിരണും കല്യാണിയും ചോദിക്കുകയാണ്, എന്താ പറഞ്ഞേ, എന്തായാലും അമ്മ ഇനി പ്രതികരിക്കാതിരിക്കേണ്ട, നാളെ അവിടെ ചെല്ലുമ്പോൾ അമ്മയാളെ ഒന്ന് അടിച്ചാൽ പോലും അമ്മയ്ക്ക് അതിനുള്ള അർഹതയുണ്ട്, അത്രയ്ക്ക് അമ്മ അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ കിരണും കല്യാണിയും പറയുക കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ദീപ പറയുകയാണ്, നോക്കാം മോളെ, അതിലും വലിയ അടിയാണല്ലോ നാളേക്കും അയാളുടെ മകനും കിട്ടാനിരിക്കുന്നത്, പിന്നെ ഞാനായിട്ട് എന്തിനാണ് ഇനി വേറെ കൊടുക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും താലിമാലയൊക്കെ പ്രകാശം കാണിക്കുവാണ്. വീണ്ടും പുതിയ താലിമാല മേടിച്ചിട്ട്
പ്രകാശം പറയുകയാണ് കഴിഞ്ഞ തവണ ആ താലി ഒരു എണ്ണം കെട്ട താലിയായിരുന്നു, അത് അന്നങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയുമ്പം അമ്മയും പറയുവാണ് അത് നേരാടാ പ്രകാശ, ഇനി എനിക്കൊരാഗ്രഹം ഉണ്ടടാ, കുറേ സ്വർണ്ണമാലയും വളയും നെക്ലേസും ഒക്കെ മേടിച്ചിടണം എന്ന്. അപ്പോഴേക്കും പ്രകാശം പറയും അതിനെന്താ അമ്മ കുഴപ്പം, അമ്മയ്ക്ക് ഇനി എന്താഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ സാധിച്ചു തരുമല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ഭാനുമതി അമ്മ പറയുകയാണ് ഞാനാണെങ്കിൽ കുറച്ച് ഇംഗ്ലീഷും പഠിച്ചു തുടങ്ങിയടാ, ഇനി പുറത്തോട്ടൊക്കെ നിൻ്റെ ഒക്കെ കൂടെ പോരേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും പ്രകാശൻ ഇങ്ങനെ ഭാനുമതി അമ്മേനെ കളിയാക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയണം അമ്മ കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ബാലണ്ണനെയും കൂട്ടി വിക്രം അങ്ങ് വരുന്നു കേട്ടോ. അപ്പം തന്നെ ബാലണ്ണൻ പറയുന്നുണ്ട് ഇനി തൊട്ട് സാറേ എന്ന് വിളിക്കണം എന്ന് അമ്മവും പറഞ്ഞേക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഭാനുമതി അമ്മയും പ്രകാശനും പറയാം അതിലിപ്പോൾ എന്താടാ തെറ്റ്, അങ്ങനെ വേണ്ട വിളിക്കാൻ, ഇത് നിൻ്റെ മുതലാളി നീ ശമ്പളക്കാരനുമല്ലേ, പിന്നെ നിനക്ക് 5 ശമ്പളം കിട്ടുന്നില്ലേ, അപ്പം അങ്ങനെ വിളിച്ചാൽ എന്താ കുഴപ്പമെന്നുള്ള രീതിയിൽ തീരെ താരം താഴ്ത്തി പറയുവാണ് കേട്ടോ ബാലണ്ണനെ. ബാലണ്ണപ്പം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നാളെ ഒരു ദിവസത്തോടെ അല്ലേ ഇവൻ്റെയൊക്കെ അഹങ്കാരമുള്ളൂ, അത് കഴിയുമ്പോൾ ഇവനൊക്കെ എൻ്റെ പുറകെ തന്നെ വരും, എന്തായാലും മിണ്ടാതിരുന്നേക്കാം എന്നോർത്തിങ്ങനെ ഇരിക്കുവാണ്. അത് കഴിയുമ്പോൾ ബാലണ്ണൻ പറയുന്നുണ്ട് അപ്പോൾ സാറിനെ രാവിലെ ഒരുക്കാൻ വേണ്ടി വരണ്ടേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പ്രകാശം പറയുന്നുണ്ട് വരണം, വന്ന് ഒരുക്കിയിട്ട് പൊക്കോണം എന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ബാലണ്ണൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ആ സമയത്ത് വിക്രം പറയുന്നുണ്ട് ആ കല്യാണിയായിട്ട് ഇയാൾക്ക് ഇപ്പോഴും അടുപ്പമുണ്ടോയെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയുമ്പോഴേക്കും പ്രകാശം പറയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒട്ടും നമ്മൾ ഇനി അയാളെ കൂടെ വെച്ചുകൊണ്ടിരിക്കരുത്, എത്രയും പെട്ടെന്ന് തന്നെ പുറത്താക്കണം എന്ന് പറയുമോ കേട്ടോ. കഴിഞ്ഞ് വിക്രം മാലയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത് കാണിക്കുവാണ്. അപ്പോൾ പ്രകാശം പറയുന്നുണ്ട് നീ മേടിച്ചുകൊണ്ട് വന്നല്ലേടെ മോനെ, നന്നാവാതിരിക്കുമോ, എല്ലാം സൂപ്പറാണ്, നിനക്കൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിവാഹം കഴിക്കുന്നത്, ഇനി നിനക്ക് വേണ്ടി അവളുടെ പാദസേവ വേണേലും ഞാൻ ചെയ്യും എന്ന് പറയുമ്പോഴേക്കും ഭാനുമതി അമ്മ പറയാം അതൊന്നും വേണ്ട, ഭർത്താവിൻ്റെ തലയെടുപ്പോടുകൂടി തന്നെ നീ നിന്ന് എല്ലാം നമുക്ക് സ്വന്തമാക്കണം, ഇവൻ്റെ പേരിൽ ആ കമ്പനി മേടിച്ചെടുക്കണം എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും പ്രകാശം പറയുന്നുണ്ട് അത് നേരാ, കല്യാണം കഴിയുമ്പം ലക്ഷ്മീനെയും കാർത്തിയും കൂട്ടി ഞാൻ ചെന്നൈക്കും പോവും, പിന്നെ ഇവൻ വേണ്ടി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്ന് പറയും കേട്ടോ. ആ സമയത്ത് ഭാനുമതി അമ്മ ചെറുതായിട്ട് പ്രകാശനെ കളിയാക്കി പറയുന്നുണ്ട് മോളെ കിട്ടിയപ്പോഴേക്കും നീ മോനെ ഇട്ടേച്ച് പോവുകയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പ്രകാശം അവനോട് പറയും കേട്ടോ എടാ നിനക്ക് അച്ഛനെ അറിയാൻ പാടില്ലേ, അച്ഛൻ എന്ത് ചെയ്താലും അത് നിനക്ക് വേണ്ടിയിട്ടായിരിക്കും, നിനക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് അതെനിക്കറിയാം അച്ഛാന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞ് പ്രകാശം പോയി കഴിയുമ്പോഴത്തേക്കും വിക്രം മുത്തശ്ശീനോട് പറയുവാണ് മുത്തശ്ശി ആ കല്യാണിയുടെയും കിരണിൻ്റെയും കമ്പനി അത് പൂട്ടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇനി ഒരു സമാധാനമുള്ളൂ, അതിന് വേണ്ടിയിട്ട് ഞാൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത്, അതെങ്ങനെയും എനിക്ക് തകർക്കണം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഇവർ സന്തോഷിച്ചിരിക്കുന്ന അടിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്